വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 10-38 മുതൽ തിരുവചനങ്ങൾ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് യേശു മർത്തയോട് പറയുന്നത്. യഥാർത്ഥത്തിൽ മർത്തയായിരുന്നു യേശുവിൻ്റെ സുഭവനത്തിൽ സ്വീകരിച്ചതിന് ശേഷം പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രതയായി മാറുകയാണ് അവൾ. സ്വന്തം കാര്യമായിരുന്നില്ല അവൾ ചെയ്തുകൊണ്ടിരുന്നത്, മറിച്ച് യേശുവിനെ ശുശ്രൂഷിക്കാനുള്ള കാര്യങ്ങളായിരുന്നു. എങ്കിലും തൻ്റെ പാദാന്തികത്തിലിരുന്ന് വചനം ശ്രവിക്കുന്ന മറിയത്തെയാണ് യേശു നല്ല ഭാഗം തിരഞ്ഞെടുത്തവളെന്ന് വിശേഷിപ്പിച്ചത്. നമ്മൾ ജീവിതത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏത് ഭാഗമാണെന്ന് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. നല്ല ഭാഗമെന്ന് നമ്മൾ കരുതുന്നതാണോ ദൈവം നല്ല ഭാഗമായി കാണുന്നത് എന്നാണ് പ്രധാനപ്പെട്ടത്. എന്നെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ നല്ല ഭാഗം ഏതാണ്? ഏതായാലും എല്ലാ സമയവും പലവിധ ശുശ്രൂഷകളിൽ മുഴുകാനായിരിക്കുകയില്ല, അല്പസമയമെങ്കിലും അവൻ്റെ പാദാന്തികത്തിൽ ഇരിക്കാനായിരിക്കും. നമ്മെ ജീവനാർത്ഥാവായ ശംശുനികൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ.